ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇനി മൂപ്പര് പറയാണ്, മൂപ്പരെന്താ മറുപടി പറയുന്ന കോലം, അതായത് ഞാൻ കേൾക്കാൻ വന്നു. മൂപ്പര് മറുപടി പറയുന്ന കോലം നമ്മൾ പറയാത്ത സംഗതി മൂപ്പരിക്ക് പറയാ, എന്നിട്ട് പറയാ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്ന് പറയാ. ഒരു ഉദാഹരണം ഞാൻ കേൾപ്പിക്കാം. ഇയാൾ പറയുന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടാൻ നമ്മൾ തേടൂല, ഞങ്ങളങ്ങനെ തേടലുമില്ല, ഞങ്ങൾ നബിന്റെ ബർക്കത്ത് കൊണ്ട് തരണേ എന്നല്ലാതെ നബിയേന്ന് വിളിച്ചിട്ട് തേടുന്ന പരിപാടി ഞമ്മക്കില്ല. അതൊക്കെ വഹാബിയും നമ്മളെപ്പറ്റി ആരോപണം പറയുന്നതാണ് എന്നാണ് പോലും ഞാനും അതുപോലെ തന്നെ സുന്നി പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ ആദ്യം. അയാൾ ആരോപണം പറയാണെന്ന് നമ്മൾ പറയുന്നതായിട്ട്. ഞങ്ങളല്ലാത്തവരോട് തേടലൊന്നുമില്ല, ഞങ്ങൾ മഹാന്മാരെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളഹാനോട് തേടില്ലാതെ നബിയെന്നൊന്നും വിളിച്ച് ഞങ്ങൾ തേർക്കലില്ല. അതൊക്കെ നിങ്ങൾ വഹാബികൾ ആരോപിക്കുന്നതാണ് കേട്ടോ. നമ്മളെ പറ്റി പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് പോലും, നബിയേന്ന് വിളിച്ചിട്ട് നമ്മൾ തേടൂല പോലും. എന്നാൽ അയാൾക്ക് ഈ കടവത്തൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗത്തിന്റെ സീഡി അതൊന്നും ശരിക്കും കേട്ടു കൂടായിരുന്നോ? അതിൽ ഞാൻ നബിയല്ല, യാ റസൂലല്ല എന്ന് വിളിച്ച് തേടുന്നതിന്റെ തെളിവുകളല്ലേ ഞാൻ ദശക്കണക്കിന് പറഞ്ഞത്. കൂട്ടത്തിൽ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ തെളിവ് ഞാൻ എടുത്തു ധരിച്ചിട്ടില്ലേ? അതിനെ സംബന്ധിച്ച് കാമാന്ന് മിണ്ടിയിട്ടുണ്ടോ? ഇബ്നു തൈമിയ്യയുടെ വാചകം ഞാൻ എടുത്തു ധരിച്ചിട്ടില്ലേ? അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ദുർവ്യാഖ്യാനായിട്ട് പോട്ടെ, ഇബ്നു തൈമിയ്യയോ എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇയാളും ഞാനുമായി 2 സ്ഥലത്ത് സംവാദം നടത്തിയാലാണ് ഇയാള്. ആ 2 സംവാദത്തിൽ ഞങ്ങളെ വിഷയം എന്തായിരുന്നു? നിങ്ങളെ വിഷയം നബിയെ സഹായിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് തേടുന്നതിന് വിരോധമില്ല എന്ന് ഞങ്ങളും അങ്ങനെ തേടിയ സുർക്കാളുന്നവരും ഈ വിഷയത്തിൽ വാദപ്രതിവാദം നടത്തിയ എന്നെ ഗണ്ണിക്കാൻ വേണ്ടി കടവത്തൂർ എന്ന് സ്റ്റേജ് കെട്ടിയിട്ട് അയാൾ പറയുന്നു, നബിയെ രക്ഷിക്കണേന്ന് അങ്ങനെയൊന്നും നമ്മൾ തേടാറില്ല, നമ്മൾ അതൊക്കെ വഹാബികൾ നമ്മളെ പേരിൽ പറഞ്ഞ ആരോപണമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു ഇയാളെ ഹാലെന്താണ്? അതൊന്ന് കേൾപ്പിച്ചേരാം നിങ്ങൾക്ക്. ഇടമുട്ടത്ത് വെച്ചാണല്ലോ മൗലവി പ്രസംഗിക്കുന്ന സമയത്ത് പകുതി മൂടി വെച്ച് സംസാരിച്ചിട്ട് ഞാൻ പിടിച്ചത്. അങ്ങനെ പിടിച്ചിട്ടല്ലേ അവസാനം ബസ്സായത്. ആ പിടിച്ച ആ സംവാദവേദിയിൽ മൗലവി ഞാനും അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് അവിടുത്തെ മുജാഹിദിന്റെ മധ്യസ്ഥൻ തന്നെ വ്യവസ്ഥ വായിക്കുന്നുണ്ട്. ആ വ്യവസ്ഥയിൽ വായിക്കുന്ന വിഷയം കേട്ടോളി നിങ്ങൾ. അന്നും പറഞ്ഞെന്താണ്? നബിമാരെ വിളിച്ച് തേടാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയാൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് ഞങ്ങളുടെ വാദം തന്നെ. അതിന് പങ്കെടുത്ത മനുഷ്യനാ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വഹാബികൾ ആരോപണം പറയാണ്, നബിനെ വിളിച്ച് ഞങ്ങൾ തേടണമെന്നില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു ഈ മനുഷ്യൻ എന്താണ് പറ്റിപ്പോയത് ഒന്ന് വെച്ചോട്ടാണ്. ഒന്ന്, വാദങ്ങൾ മുജാഹിദ് വിഭാഗം മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ മഹാത്മാക്കളെ വിളിച്ചു തേടൽ ശിർക്കാണ്. ബി, സുന്നി വിഭാഗം മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ മഹാത്മാക്കളെ വിളിച്ചു തേടൽ ശിർക്കല്ല. കണ്ടോ? ഇത് അന്നത്തെ വ്യവസ്ഥ വായിക്കുന്നതാണത് സംവാദത്തിൽ. ഇത് പറഞ്ഞ നമ്മളെ കൊണ്ട് പറയാണ് എന്ത്? അപ്പോ വഹാബികൾ ആരോപണം പറയാണ് ഞങ്ങൾ അങ്ങനെ ആരെയും വിളിച്ച് തേടാറുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് ഇദ്ദേഹത്തിന് മറുപടി പറയേണ്ടതുണ്ടോ?